നമസ്കാരം. ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്. ജപ്പാനിൽ ശക്തമായ ഭൂചലനമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തുവരുന്നത്. സുനാമി മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ ഏജൻസി. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് അനുഭവപ്പെട്ടത്. മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണിപ്പോൾ. വി വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോഴും ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ജപ്പാനിൽ നിലനിൽക്കുന്നത്. വലിയ തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7.5 തീവ്രതയിലാണ് ഭൂചലനം ഉണ്ടായത്. സമുദ്രത്തിലുണ്ടായ ഭൂചലനം. ഇതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പുണ്ട്. വലിയ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യത. ഇത് കണ്ടു തന്നെയാണ് ആദ്യഘട്ടത്തിൽ തീരദേശത്തെ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യം പരിശോധിച്ചാൽ പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള ലോകത്തിലെ ഏറ്റവും തീവ്രമായ ഭൂകമ്പ അഗ്നിപർവ്വത മേഖലയായ റിംഗ് ഓഫ് ഫയറിൻ്റെ ഹൃദയഭാഗത്ത് ആണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിരന്തരം വൻ ഭൂകമ്പങ്ങളും ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും സുനാമികളും നടക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഘടന പരിശോധിച്ചാൽ 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന പ്രദേശത്താണ് ജപ്പാൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. 12.5 കോടിയോളം ജനങ്ങളുടെ ജപ്പാനിൽ ഏതാണ്ട് വർഷത്തിൽ 1500ഓളം ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിൽ തന്നെ 2011 കണക്ക് പരിശോധിച്ചാൽ അവിടെ ഈ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത്, അന്നത്തെ ഈ ഭൂചലനത്തിൽ കൊല്ലപ്പെട്ടത് 18,500 പേരാണ്. അത്രയും ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന ഭൂചലനം അവിടെ സംഭവിച്ചിരുന്നു. ഈ ലോകത്ത് ആകെ നടക്കുന്ന ഭൂകമ്പങ്ങളിൽ 18% ജപ്പാനിലാണ്. ജപ്പാൻ്റെ സമുദ്രമേഖലകളിലോ കരകളിലോ ഒക്കെ ആയിട്ടാണ് അവിടെ ഈ ഭൂചലനം സംഭവിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ജപ്പാൻ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ഈ തുടരെ ഇങ്ങനെ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ, ഭൂകമ്പങ്ങളും സുനാമികളും ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ നിർമ്മിതികളെല്ലാം തന്നെ ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ്, പരമാവധി പ്രതിരോധിക്കുന്ന തരത്തിലാണ്. എങ്കിൽ തന്നെയും പലപ്പോഴും ആൾനാശം സംഭവിക്കാറുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടം ജപ്പാന് സംഭവിക്കാറുണ്ട്. നമുക്കറിയാം, ജപ്പാൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിനുശേഷം ജപ്പാൻ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുമ്പോൾ തന്നെ ഇത്തരം പ്രതിസന്ധികളെ ജപ്പാന് നേരിടേണ്ടി വരുന്നു. ഭൂചലനം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സുനാമി പോലുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള സംഭവങ്ങളെ അതിജീവിച്ച് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഒരു ഭൂചലനം കൂടി ഇതേ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ 7.5 എന്നത് ആയിരുന്നു നേരത്തതെങ്കിൽ ഇപ്പോൾ ഉള്ളത് 6-ൽ താഴെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ്. അതായത് തുടർ ഭൂചലനങ്ങൾ സംഭവിക്കുന്നു. ഇത് തീർച്ചയായും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. രാക്ഷസ തിരമാലകൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെയെങ്കിൽ അത് കരയിലേക്ക് ആഞ്ഞു വീശുകയും ആളുകൾക്ക് വലിയ അപകടം സംഭവിക്കാനുമുള്ള സാഹചര്യം. ഏതാണ്ട് 10 അടി വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജപ്പാനിലെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, അവിടെ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിലയുണ്ട്. ഇപ്പോൾ ട്രെയിൻ ഗതാഗതം ഏറെക്കുറെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തീരദേശത്തു കൂടിയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം, അതിനും നിയന്ത്രണം ഏർപ്പെടുത്തി ടൂറിസ്റ്റുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ്. ഈ ജപ്പാൻ്റെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നായി ജപ്പാനിലേക്ക് എത്തിയിട്ടുള്ള ആളുകളുണ്ട്, ഇന്ത്യക്കാരടക്കമുള്ള ആളുകളുണ്ട്. ഇവരുടെയൊക്കെ തന്നെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാജ്യവും ഈ ഒരു സാഹചര്യത്തെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന വിവരവും. അത്തരം അറിയിപ്പുകൾ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു സാഹചര്യം വളരെ അപകടകരമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം ചരിത്രം പരിശോധിക്കുമ്പോൾ ജപ്പാന് ഭൂകമ്പങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം ചെറുതല്ല, ആളപായങ്ങൾ ചെറുതല്ല. അത് ഈ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് ഇത്തരം ഭൂചലനങ്ങൾ, വർഷത്തിൽ 1500 ഭൂചലനങ്ങൾ ഒരു രാജ്യം നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജനത നേരിടുന്ന പ്രതിസന്ധി എത്രമാത്രമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പലതും ചെറിയ ഭൂകമ്പങ്ങളാണ്, പലപ്പോഴും അപകടങ്ങൾ പോകാറുണ്ട്. എന്നാൽ ഈ 2011 അന്ന് 9 ആണ് അന്നത്തെ ഒരു ഭൂചലനത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയത്. ആ ഒരു ഭൂചലനത്തിലാണ്, ആ ഒരു സുനാമിയിലാണ് അന്നത്തെ വലിയ കെടുതി സംഭവിക്കുന്നത്. 18,500 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള വലിയ അപകടം ജപ്പാനിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ഭീതിജനകമായ സാഹചര്യത്തെ കൂടി ജപ്പാൻ അഭിമുഖീകരിക്കുകയാണ്. അനുശ്രീ.
വിനോദ്, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭൂചലനം ഉണ്ടാകാനുണ്ടായ കാരണം? അത്തരത്തിലെന്തെങ്കിലും റിപ്പോർട്ടുകൾ കാലാവസ്ഥാ ഏജൻസിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടോ? തീർച്ചയായും ഈ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ് തുടരെയുള്ള ഭൂകമ്പങ്ങൾക്ക് ഇടയാക്കുന്നത്. നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉരസലുകൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഭൂകമ്പത്തിന് വഴിവെക്കുന്നു, ഭൂചലനങ്ങൾക്ക് വഴിവെക്കുന്നു, സുനാമിക്ക് അത് ഇടയാക്കുന്നു. അതുതന്നെയാണ് ഈ ദ്വീപ രാഷ്ട്രമായ ജപ്പാന് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. അവർ എല്ലാ കാലത്തും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അത്. ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നതല്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാം. പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആഘാതം കുറയ്ക്കാം. ബോധവൽക്കരണ നടപടികളിലൂടെ ജനങ്ങൾക്ക് ഇതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കുകയും അവരെ ഈ അപകടത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ അവലംബിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇത് ശാശ്വതമായി പരിഹരിക്കുക, ആത്യന്തികമായി ഈ ഭീഷണി ഇല്ലാതാക്കുക എന്നത് ഇപ്പോൾ സാധ്യമായ ഒരു കാര്യമല്ല. കാരണം അത് ദീർഘകാലം നിലനിൽക്കും. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ ഉണ്ടായാലും മനുഷ്യരാശിയെ ബാധിക്കാത്ത തരത്തിൽ, അവിടുത്തെ ജനസമൂഹത്തെ ബാധിക്കാത്ത തരത്തിൽ അത് ലഘൂകരിക്കുന്ന തരത്തിലേക്ക് ഇനിയും ശാസ്ത്രം വളരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഭൂചലനങ്ങളിൽ ജപ്പാന് കെടുതി ഉറപ്പാണ്, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടി അവർ പരമാവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ നിർമ്മിതികളെല്ലാം തന്നെ ഈ ഭൂകമ്പങ്ങളെ പരമാവധി അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇപ്പോഴത്തെ ഒരു ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അനുശ്രീ. വിനോദ്, അതുപോലെ തന്നെ ആളുകളെ ഇപ്പോഴും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ആളുകളെ ഒഴിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുകയാണോ, അതോ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആളുകളെ മാറ്റുന്നതൊക്കെ പൂർണ്ണമായി കഴിഞ്ഞോ? ആളുകളെ മാറ്റിക്കഴിഞ്ഞോ? ഇപ്പോഴും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക എന്നതാണ്. ഈ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ തന്നെ കിലോമീറ്ററുകൾ അകലെ ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടായി എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ആ തരത്തിൽ വലിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുനാമി മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ എത്രമാത്രം ഭീകരമായ രാക്ഷസ തിരകളാകും ഉണ്ടാവുക എന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നത്. 10 അടി വരെ ഉയരത്തിൽ ഒക്കെ തിരമാലകൾ വരാം എന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ തരത്തിലുള്ള ചില വിവരങ്ങൾ, ഒരുപക്ഷെ അതിനേക്കാളും വലിയ തരത്തിൽ തിരമാലകൾ ഉയരാം. പ്രാഥമികമായ ഒരു കണക്കാണിപ്പോൾ കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തീവ്രതയായി വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ 10 അടി എന്നുള്ളത് അത് ഒരുപക്ഷെ അതിൽ കൂടുതൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാം. സാധാരണയിലും തിരമാലകൾക്ക് ഉയരം ഈ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായി ഉയരത്തിൽ ഈ പറയുന്ന കണക്കനുസരിച്ചൊക്കെ വരികയാണെങ്കിൽ, അത് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണെങ്കിൽ തീരദേശത്തിനുണ്ടാക്കുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. അവിടെ ആളുകളെ ഒഴിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അവിടെ കൊണ്ട് മാത്രം നടപടികൾ അവസാനിക്കുന്നില്ല. മറിച്ച് നാശനഷ്ടങ്ങൾ, അവരുടെ യന്ത്ര സാമഗ്രികളുണ്ട്, തുറമുഖങ്ങൾ ഉണ്ട്, അവിടെയൊക്കെ തന്നെ കോടികളുടെ നിക്ഷേപം നടന്നിട്ടുള്ള സ്ഥലമാണ്. അതിനൊക്കെ തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അല്ലെങ്കിൽ തിരമാലകളിൽ നിന്ന് രക്ഷിക്കാൻ പാകത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക, അത്തരം നടപടികൾ ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. അവിടുത്തെ പോലീസും അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ വിഭാഗങ്ങളും ആരോഗ്യ വിഭാഗങ്ങളും എല്ലാം തന്നെ ഈ തരത്തിൽ സജ്ജമായി നിൽക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തെയും, അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ജപ്പാനിൽ ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ നടക്കുന്നത്. മാത്രവുമല്ല, സർക്കാരിൻ്റെ ശക്തമായ ബോധവൽക്കരണമുണ്ട്. ഈ തെറ്റായ ഫേക്ക് ന്യൂസുകൾ വിശ്വസിക്കരുത്, വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ജനങ്ങൾ പരിഭ്രാന്തരാകരുത്, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. ഈ ആരോഗ്യ പ്രവർത്തകരും മറ്റ് സുരക്ഷാ വിഭാഗവും ഒക്കെ തന്നെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം തുടങ്ങി ഒട്ടനവധിയായ മാർഗനിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ ജപ്പാനിൽ ജനങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരുണ്ട്. അവരെല്ലാം തന്നെ ഈ തീരപ്രദേശത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, തീരത്തോട് ചേർന്നുള്ള ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കും പോയിരിക്കുന്നു. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് എന്ന അറിയിപ്പ് തന്നെയാണ് ജപ്പാനിൽ നിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അനുശ്രീ. ശരി, വടക്കൻ ജപ്പാനിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ മുൻകരുതലുകളും അധികൃതർ സ്വീകരിച്ചിരിക്കുകയാണ്. സുനാമിക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. വി വിനോദാണ് കൂടുതൽ വിവരങ്ങൾ.